എഴുന്നേക്ക് മോളെ. സ്കൂളിൽ പോണ്ടേ? മീൻകാരി ഒരു മീൻ മേടിച്ചു. എന്റെ കാശൊന്നും ഇല്ല. കാശുണ്ടായിരുന്നു 100 രൂപ വന്നിട്ട് പോകും. എന്റെ ഉണ്ടായിരുന്ന പൈസയെ ഞാൻ അയൽക്കൂട്ടക്കാർക്ക് കൊടുത്തു. എടിയാ ബൈബിളിൽ അടിയിൽ പോട്ടെ എടുത്തു. വേറെ കൂടെ എടുക്കല്ലോ, നിന്നെ കന്നിനെ ഒന്നും കയം കാണിക്കാനൊക്കെ അല്ലേ. എന്താടാ കൊത്തിയാ നിപ്പുണ്ടാ അവിടെ? അവിടെ നിപ്പുണ്ട്. പണിയൊന്ന് തീർത്താൽ മതിയാ അല്ലേ? ഇതുകൊണ്ട് തീർന്ന എന്താ തൂത്തോട്ട് നിൽക്കുന്നത്? അവൾ തൂത്തോട്ടൊന്നും മണ്ണ് മൊത്തം കണ്ടത്തില്ലൂ. അത് നിർത്തിയത് കൊച്ചിനെ സ്കൂളിലൂടെ നിന്നോട് കേട്ടോ. നീ എന്നെ ഉണ്ടാക്കാതെ മതി തൂത്തം. ഓ പോകത്ത് എന്നാ നോക്കാനോ ഓടാ. എന്നെ ഉണ്ടാക്കാം. രാവിലെ ഒരു മുഴക്കോലി തള്ളിക്കൊണ്ട് വരും. മുഴക്കോലി ഞാൻ ചവിട്ടി അടിക്കും പറഞ്ഞ കേട്ടോ. അവളാണ് അതിനെക്കാട്ടെ എപ്പോഴും അവരെക്കാട്ട് നിൽക്ക് താണ്ട രണ്ടെണ്ണം പോകുന്നത്. അതെ നീ അതെന്നാ കേട്ടത്? കണ്ടം നോക്കാൻ വല്ലതും പോവായിരിക്കും. എത്ര പെട്ടെന്ന് പണി തീർക്കണമെന്ന്. അമ്മ ഉടായിപ്പാണ് കേട്ടോ. അതിന് മുമ്പേ പൈസ ഒക്കെ മേടിക്കണം. നോക്ക് എടാ എന്താ ഇന്ന് പണി തീരുമെന്നല്ലേ പറഞ്ഞ? എല്ലാം നടക്കുവോ? ഞാനിപ്പോൾ പറയാവേ, ഒന്ന് വിളിക്കട്ടെ. ഹലോ. എടി എന്തായി? എങ്ങനാ? എനിക്കൊക്കെ പേടിയാവുന്നു. നീ എന്തിനാ പേടിക്കുന്നത്? ഞാനുണ്ടല്ലോ. സേഫ് ആണെന്ന് ആരും അറിയത്തില്ല. നീ ഇങ്ങ് പോര്. നീ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ അങ്ങോട്ട് വാ. അമ്പലപ്പുഴ ബസ് സ്റ്റാൻഡ്. അമ്പലപ്പുഴയോ? ശരി, ഞാനെത്താം. 3 മണിക്കോ? ഞങ്ങൾ ഒരു 2-2:30 ആകുമ്പോൾ ഇവിടെ ഒതുക്കും. അപ്പൊ ചേട്ടൻ അങ്ങോട്ട് പോയി ചാകാൻ പറ ചുമ്മാ. നീ എളുപ്പം റെഡിയാ കേട്ടാ. ഞാനിപ്പോ തന്നെ ഇറങ്ങാം. ശരി, ഞാനെത്താം. അങ്ങനെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഞാൻ വിളിക്കാം. അപ്പോൾ ഒന്ന് പോയേക്കാണ്ട. എന്താ കരയുന്നേ? റോസിയേ, റോസിയേ, എന്താ എന്ത് പറ്റി മക്കളെ? റോസി അപ്പുറത്ത് പണിക്ക് വന്നിട്ട് അയൽപണിക്കാരൻ്റെ കൂടെ പോയി. റോസിയേ, എന്താ റോസിയോ? നമ്മളെ പോയോ? ഞാൻ എന്ത് കുറവൊക്കെ വരുത്തിയിരിക്കുന്ന എന്നെ കാണാൻ ഇങ്ങനെ കാണാൻ കൊള്ളാഞ്ഞിട്ടാണോ? ഞാൻ എന്തിന്റെ ഒരു കുറവൊക്കെ വരുത്തിയിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ എന്തായാലും ശവങ്ങൾ വെട്ടിക്കീറുന്നവനാ. എന്തിനാ? എന്റെ പൊന്നുമോളും എന്റെ റോസി സുഖമായിട്ട് കഴിയാറില്ലേ? എന്നെ
ശവം നാറുന്നുണ്ടോ അമ്മച്ചി? എന്റെ ശവം നാറുന്നുണ്ടോ അമ്മച്ചി? നോക്കി അവൾ എന്നെ ഇട്ടിട്ട് പോയപ്പോ ഓട്ടറാ പോട്ടെ. അച്ഛനുണ്ട് എന്റെ പൊന്നു നോക്ക് അച്ഛനുണ്ടടി. അച്ഛനുണ്ടടി. നമ്മളെ ഇട്ടച്ച് അവള് പൊയ്ക്കളഞ്ഞല്ലോടാ. പോട്ടെ കേട്ടോ, അമ്മ ജീവിക്കൂടാ. അവള് പോയാലും ഉണ്ടല്ലോ നമ്മൾ ജീവിക്കും. അച്ഛൻ ജീവിക്കൂടെ? എന്റെ പെണ്ണങ്ങനെ അച്ഛനുണ്ട്, അച്ഛനുണ്ട്. ഓട്ടറേ അവരൊക്കെ എന്റെ പൊന്ന അച്ഛനുണ്ട് കേട്ടോ. വാ അച്ഛനുണ്ടാ. കൂടെ ഉണ്ടല്ലോ മോളെ, പനിക്കുന്നുണ്ടോ? ചൂടുവെള്ളം വേണം. ആ അച്ഛൻ ചൂടുവെള്ളം എടുക്കാവേ. അച്ഛനെ വിളിക്കണ്ടേ വൈകി? അച്ഛനെ തുണി നനച്ചിരാ. മോളെ, ഈ ആഹാരമൊക്കെ അച്ഛൻ റെഡിയാക്കി വെച്ചിട്ട് എടുത്ത് കഴിക്കണം കേട്ടോ. സമയത്ത് കഴിക്കണം. ചേർക്കട്ടെ? പരിപാടിയാ മക്കളെ, അവക്ക് പനിയായിട്ടിരിക്കുക. നിങ്ങൾ പൊക്കോ, തീരെ വയ്യ, അതുകൊണ്ട് കേട്ടോ. ശരി. അച്ഛനൊക്കെ മക്കളെ കിടന്നോ കേട്ടോ, വെളിയിലിട്ടൊന്നും ഇറങ്ങല്ലേ. ഇറങ്ങല്ലേ കേട്ടോ. എന്താണ്? ആ അച്ഛനങ്ങ് മറന്നു പോയിരുന്നു. മക്കള് നോക്കോ, കുടിച്ചു പോണേ തന്നെയല്ലേ. നോക്കിയോ. ഇതൊക്കെ എടുത്ത് നേരെ ഇട്ടിട്ടേ എടുത്തുകൊണ്ട് ഒതുക്കി മാറ്റിയിടണ്ടേ. വഴി കൊണ്ടിട്ടാണ് ഇട്ട് മുട്ടുകയും ചെയ്യും. ഇട്ട് സൈഡിൽ കൊണ്ട്
പോലീസ് ഒരു കരയല്ലേ 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 ഇല്ല ചേച്ചി ഇവിടെ പോ ആ ചേച്ചി ഒരു മിക്സറും 2 പക്കാവിടെ കണ്ടത് എന്നാണ്ട് വേറെ ഹലോ തോമസേ നീ എവിടെയാണേലും എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് വരണം. എന്നാടാ? ഇവിടെ വീട്ടിൽ വരുമ്പോൾ പറയാം ബാക്കി കാര്യം കേട്ടോ. അല്ല ഞാനോട്ട് വരിക, അത്യാവശ്യമാണ്, വരാതിരിക്കരുത്, എളുപ്പം പാ. ഓക്കെ വരികന്ന് പിന്നെ അല്ല അങ്ങോട്ടല്ല വെള്ളം പോലെ എന്നാ ഞാൻ എന്നാ എല്ലാരും ആളും അല്ല അവിടെ അത് വേറെ ഒന്നുമില്ല അവിടെ. അല്ല എന്നാ സംഭവം? ഒന്നുമില്ലടാ, അത് അവിടെ ഒന്നുമില്ല, അവിടെ ഒന്നുമില്ല. ഒന്നുമില്ലേ? ഇല്ലടാ മോളെ എന്നാ എന്നാ ഒന്നുമില്ല. എന്റെ കുഞ്ഞിനെന്നാ പറ്റിയാന്ന് പറഞ്ഞു. പോകുമ്പോ ഒരു കുഴപ്പമില്ലാത്തവളല്ല. ചേച്ചാ എനിക്ക് എന്തെങ്കിലും മേടിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞേ. ഇതൊക്കെ ഞാൻ ആർക്ക് മേടിച്ചോണ്ട് വന്നതാ? എന്നാ പറ്റി എന്റെ കുഞ്ഞിന്? എന്റെ കുഞ്ഞിന് എന്നാ പറ്റിയാ? പൊന്നെ പൊന്നെ എനിക്കെന്റെ കുഞ്ഞിനെ കാണണം. രാവിലെ പോയപ്പോ എന്നോട് മേടിച്ചോണ്ട് വരണം എന്നൊക്കെ പറഞ്ഞു. അവർക്ക് കൊടുക്കണ്ടേ? എനിക്കെന്റെ കുഞ്ഞിനെ കാണണം. ഇവിടെ തോമസേ ഞാൻ പറഞ്ഞേ, നീ അവളെ കാണണ്ട. എനിക്കെന്റെ കുഞ്ഞിനെ കാണണം. കാണണ്ട. അയ്യോ
രാജേണ്ണ എന്റെ കുഞ്ഞിനെ എന്നാ രാജേണ്ണ ഞാൻ ഈ കാണുന്നത്? രാജേണ്ണ എന്റെ കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്ത ഞാൻ പോകുമ്പോ പുറം കറിയെല്ലാം ഉണ്ടാക്കി വെച്ച നമുക്ക് എന്റെ കുഞ്ഞ് ആരാ ചേട്ട ആരാളിയാ? എല്ലാരും എന്റെ കുഞ്ഞിനെ കാണാൻ വന്നാണ്. അകത്ത് കിടപ്പോ ഒന്നിനും ഒരു കുറവ് വരല്ലേ കേട്ടോ. ഒന്നിനും ഒരു കുറവ്. മാറുന്നേ മാറിയുന്നേ മാറിയുന്നേ മറന്നു വഴി കൊടുക്കാം മാറി. ബോഡി ഒന്ന് തിരിച്ചു മറിച്ചിട്ടോ കാലിൻ്റെ വശം ഡ്രസ് ഒന്ന് മാറ്റി ഇംഗ്ലീഷ് തയ്യാറാക്കി പെട്ടെന്ന് പുറത്താണെന്നുള്ളതാണ്. ഓക്കെ ഓക്കെ. നിങ്ങളാരായി കുട്ടിയുടെ? സാർ ഞാൻ ഈ അയൽവക്കത്ത് താമസിക്കുന്നത്. കുട്ടിയുടെ അച്ഛൻ? അച്ഛനുണ്ട്, അമ്മയില്ല. നിലപ്പോഴായി ബോഡി കണ്ടത് നിങ്ങൾ? സാർ ഇവിടെ അയൽക്കൂട്ടത്തിൻ്റെ പിരിവാട്ടോ ഒരു ചേച്ചി പൈസ വാങ്ങിക്കാട്ടോ വന്നപ്പോഴാണ് ഇത് കണ്ടപ്പോൾ തന്നെ അവർ വിളിച്ചു പോയി. പെട്ടെന്ന് ഞാൻ കണ്ടത്ത് പണിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ചായക്കടയിൽ കൊണ്ടുവന്ന് അവിടുന്ന് പെട്ടെന്ന് ഓടി ഇങ്ങോട്ട് വരുവായിരുന്നു. ബാക്കി എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഹലോ, ആ സാർ, ആ സംഭവ സ്ഥലത്ത് വന്നു. മാത്രമായിരുന്നോ? ഓക്കെ സാർ. പിന്നെ പുള്ളിക്കാരൻ പണിയെല്ലാം കഴിയുമ്പോൾ ഒരു 6 മണി 7 മണിയാകുമ്പോഴേക്കാണ് സാറിന് പറഞ്ഞത്. ഓക്കെ. പിന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന നല്ലൊരു മനുഷ്യൻ. ഓക്കെ ഓക്കെ.
ബോഡി ഒന്ന് തിരിച്ച്. ഇയാളെ എവിടെ നോക്കിയാണ്? ഇങ്ങോട്ട് നോക്കണത്. എനിക്ക് പറ്റില്ല സാറേ. പറ്റുന്നു. ഇത് ബോഡിയല്ല സാറേ, എന്റെ മോളാ. സാറേ പിന്നെ താനെന്തിനാണോ വന്നേ? ഇതെന്റെ ജോലിയല്ലേ സാറേ. കൊണ്ടുവരാറായോടാ? പോസ്റ്റ്മോർട്ടം കഴിഞ്ഞെന്ന് അറിഞ്ഞേ. ഇപ്പൊ ഇങ്ങ് എത്തുമായിരിക്കും. ഓ ശരി. സ്ഫുടമായി കേൾക്കാം പുനരുദ്ധാന നവജീവിതവു അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശ വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിത വിളയിൽ ഓർത്തോർത്തിനിയു നൈരാശ്യമുടെ വിലപിക്കരുതേ. തോമസേ, റോസി വരുന്നു. റോസി ഇറങ്ങണി. എന്നാ കാണാൻ പറ്റിയ കണ്ടിട്ട് കിടക്കും. എന്നാ കാണാൻ വന്നാടി അന്നടി കിടക്കും നമ്മുടെ പെണ്ണുപോലെ. ഒട്ടു നിർത്തി അമ്മലുമൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് കിടക്കുന്നുണ്ട്. നിന്നെ ഞാൻ കാണിക്കുകയല്ല, നിന്നെ ഞാൻ കാണിക്കുകയല്ല, നിന്നെ ഞാൻ കേട്ടിക്കല്ല. ഇറങ്ങണി മാറാ. നീ അവിടെ പോ. നീ ആരെ കാണാൻ വന്ന? നീ കണ്ടോ നമ്മുടെ മോള് കിടക്കും? കണ്ടോടി എടി, ഇതുപോലുള്ള പ്രായത്തിലുണ്ടല്ലോ കുഞ്ഞുങ്ങൾക്ക്, പെൺകുഞ്ഞുങ്ങൾക്ക് സ്വന്തമാരല്ലേടി തള്ളമാരാ വേണ്ടത്. നീ നിന്റെ സുഖം തേടി കണ്ടവന്റെ കൂടെ പോയി. എന്നിട്ടിപ്പം എന്റെ കുഞ്ഞ് കിടക്കുന്നുണ്ടോ? നീയാ എന്റെ കുഞ്ഞിനെ കൊന്നത്, നീയാണ് എന്റെ കുഞ്ഞിനെ കൊന്നത്. എന്നോട് പൊറുക്കണം. ഇല്ല, എനിക്ക് നിന്നോട് ക്ഷമിക്കാൻ പറ്റില്ല, പറ്റില്ല. അത്രയ്ക്ക് വലിയ മഹാമനസ്സൊന്നും ഞാൻ. നീ ഒറ്റ വരുത്തി കാരണമാണ് എന്റെ കുഞ്ഞിങ്ങനെ കിടക്കുന്നത്. നിന്റെയൊക്കെ ശകല നേരത്തെ സുഖത്തിന് വേണ്ടി നീക്കെ പോകുന്നല്ലേ. കണ്ടില്ലേ ഒരു കുഞ്ഞ് കിടക്കുന്നത്? ഓണോട്ടെ കൊണ്ടു ഇവളോട് എഴുന്നേറ്റ് പോകാൻ പറ. ഇവളോട് എഴുന്നേറ്റ് മതിയോണ്ട് പറയാനോട് പോകാൻ പറ.
വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിത വിളയിൽ ഓർത്തോർത്തിനിയോ നൈരാശ്യമുടെ വിലപിക്കരുതേ. അസ്ഥിരമല്ലോ ഭുവനവുമതിലേ ജഡികാസകളും നീർപ്പോളകൾ പോ എല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോ ഇന്നിവിടില്ല, ഇനി വരുകില്ല. യാത്രക്കാരാ മുന്നിലതാ നിൻ കബറിടമല്ലേ. അസ്ഥിരമല്ലോ ഭുവനവുമതിലേ ജഡികാസകളും നീർപ്പോളകൾ പോ എല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. എവിടെ പോവാ? മരിപ്പ് വിടുമായിരുന്നു. അടക്കം കഴിഞ്ഞായിരുന്നല്ലോ. അതല്ല, ഒന്ന് പോയിട്ട് വരാന്ന്. എന്നാ പോയിട്ട് വാ. വെള്ളം കുടിക്കേ. ഇനി എങ്ങനെയാ തോന്നട്ടെ ഞാൻ പറയുന്നത്?
ശരി. എപ്പം? ആയിക്കോട്ടെ. ആ ശരി, നോക്കാം കേട്ടോ. ആ ഓ ശരി. ഓക്കെ, ആ എന്നായിക്കോട്ടെ. യെസ് കുട്ടിയുടെ അച്ഛനാണ്. എന്താ പേരെന്താ? എൻ്റെ പേര് തോമസ്. തോമസൻ എന്താ പറയാനുള്ളത്? സാർ, എൻ്റെ കുഞ്ഞിനെ കൊന്നവനെ എനിക്കറിയാം. ആ കന്നാലി വാസുവാ സാറേ എൻ്റെ കുഞ്ഞിനെ കൊന്ന. എനിക്ക് ഉറപ്പുണ്ട് സാർ. അതെങ്ങനെ തനിക്കറിയാം? എനിക്ക് ഉറപ്പാ സാറേ. അവനെ പിടിക്കണം സാറേ. എൻ്റെ കുഞ്ഞിന് നീതി കിട്ടണം സാറേ. ഓക്കെ ഓക്കെ തോമസ്, വോട്ടെടു സാർ. മക്കളെ, കന്നുകാലി വാസുവിന്റെ വീടറിയോ? ആ കാണുന്ന കന്നാലിവാസുവിന്റെ വീട്. അവിടെ ആരും ഇല്ല സാറേ. ആ സ്മൃതിവനത്തിന്റെ അവിടെ വെച്ച് ഇന്നലെ ആരോ കണ്ടെന്ന് പറഞ്ഞു കേട്ടു. അയാൾക്ക് ഭാര്യ മക്കളൊന്നും ഇല്ല, നേരാഭാരം നടപ്പാ പണി. അത്ര ശരിയൊന്നും അല്ല. ഞങ്ങളൊന്നും കാണാറില്ല അയാള് വരുന്നതെന്ന് തോന്നുന്നു. ചാച്ച, ചാച്ച ഒരു പാട്ട് പാടുവോ ചാച്ച? ചാച്ച അന്ന് പാടാന്ന് പറഞ്ഞിട്ട് പാടിയില്ലേ ചാച്ച? ചാച്ച ചാച്ച ചാച്ചനൊരു പാട്ട് പാടി ചാച്ച. ചാച്ച പാട് ചാച്ച. കിടക്ക് ചാച്ച പാട് ചാച്ച. ഞാനൊന്ന് ഉറങ്ങട്ടെ ചാച്ച, പ്ലീസ് ചാച്ച. കിടക്കടി പെണ്ണെ, പാടാനൊക്കെ ഒരു മൂഡ് പാട് ചാച്ച. ചാച്ച പാട്ട് പാടി എന്റെ പൊന്നുമക്കൾ കിടക്ക്. വേണ്ട ചാച്ച, ഇപ്പൊ പാടാം. പാട് ചാച്ച പ്ലീസ്. എത്ര നേരത്തെ ജോലി കഴിഞ്ഞ് വന്നാ എന്റെ പൊന്നുമക്കൾ കിടക്ക്. ചാച്ച എനിക്ക് പാടി കേൾപ്പിക്കാം. കിടക്ക് കിടക്ക്. വാവാവം 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 വാവേ വാവാവം 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 വാവേ കുഞ്ഞേ ഉറങ്ങ്, എന്റെ കുഞ്ഞ്.
ഏക്കർ കണക്ക് വെച്ച് വിത്ത് കഴിയുമ്പോൾ നമുക്ക് നഷ്ടേ ആണോ? പിന്നെ നമ്മുടെ കൃഷിയല്ലേ, നമുക്ക് പണ്ട് കാലം പോലെ നമ്മൾ കൃഷി ചെയ്യുന്ന ആൾക്കാരായിട്ട് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവും. എന്റെ കുഞ്ഞിനെ കൊണ്ടുവന്നോടാ, എന്റെ കുഞ്ഞിനെ പറ്റിയാണ്, ഇങ്ങനത്തെ കുഞ്ഞിനെ കൊല്ലണടാ, കുഞ്ഞിന് വേണ്ടിയാടാ.
പോലീസിന്റെ അനാസ്ഥ അവസാനിപ്പിക്കുക. കൊലയാളിയെ ഉടൻ അറസ്റ്റ് ചെയ്യുക. ഇല്ലിച്ചർ ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്. ധർണ സമരം സിന്ദാബാദ്. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. ജെസിബോൾക്ക് നീതി ഉറപ്പുവരുത്തുക. ആ കുട്ടിയുടെ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട പ്രതിയെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം സർ. ഒന്ന് നല്ല മീഡിയ പബ്ലിസിറ്റി, രണ്ടാമത് മേളിൽ നിന്നുള്ള നല്ലവണ്ണം രാഷ്ട്രീയപരമായി ഇടപെടുന്നുണ്ട് സർ. നാട്ടുകാരും ആകെ ഇളയിരിക്കുകയാണ് സർ. ഈ തോമസിന്റെ ഭാര്യ സാർ ഇപ്പൊ ഒരു അച്ഛനും മോളും തനിച്ചാ താമസം, അവരുമായിട്ടൊരു ബന്ധമില്ലെന്നാ അറിവ്. ഈ വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരു ബന്ധമില്ലെന്നാ. ഇപ്പൊ അങ്ങനെ ആ സ്ത്രീയായിട്ടൊരു ബന്ധമില്ല. ഒരു കുട്ടി വേറെ ഒരു വീട് നാട്ടുകാർക്കും അറിയില്ല. അവിടെ എന്നാ വയലിൽ കുറെ തൊഴിലാളികൾ ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടു. അവരുടെ കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കണം. സാർ സാറേ, കന്നുകാലി വാസം എന്ന് പറയുന്നത് മിസ്സിംഗ് ആണ്. സംശയമുണ്ട്. ഏതാ ഈ കന്നുകാലി വാസം? സാറേ, കഴിഞ്ഞ ആഴ്ച പള്ളിയുടെ ഭാഗത്ത് വെച്ച് അടി ഉണ്ടാക്കിയില്ലേ മദ്യപിച്ച്? സാറിനറിയാം. അവനൊരു ആരപ്പിരിയാന്നാ കേട്ടോ. അവനൊരു സ്ഥിരം പ്രശ്നക്കാരനാണ്. അവൻ നിരവധി കേസിൽ പ്രതിയാണോ? ക്രിമിനൽ കേസുകളൊക്കെ. ഓ ശരി. അവൻ എവിടെയാ താമസിക്കുക? നമ്മുടെ താവളം എവിടെയാ? പഴയക്കര ഒരു കാടുണ്ടല്ലോ സാറേ. സ്മൃതിവനം സാറേ, സ്മൃതിവനം നമ്മുടെ റൗണ്ടായിട്ട് കിടക്കുന്ന സ്ഥലത്ത്. എത്രയും പെട്ടെന്ന് അവന്റെ താവളം കണ്ടെത്തി അവനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണം. സാർ. Action Council Zindabad. Action Council Zindabad. Action Council Zindabad. Action Council Zindabad. Police നീതി പാലിക്കുക. Police നീതി പാലിക്കുക. Police നീതി പാലിക്കുക. Police നീതി പാലിക്കുക. പോരാടിയും മുന്നോട്ട്. ഇല്ല ഞങ്ങൾ പിന്നോട്ട്. ഇല്ല ഞങ്ങൾ പിന്നോട്ട്. പോരാടിയും മുന്നോട്ട്. പോരാടിയും മുന്നോട്ട്. യെസുബോടെ ഘാതകനെ ഉടൻ അറസ്റ്റ് ചെയ്യുക. യെസുബോടെ ഘാതകനെ ഉടൻ അറസ്റ്റ് ചെയ്യുക. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. പ്രതിയെ സംരക്ഷിക്കുന്ന പോലീസ് നീതി പാലിക്കുക. ഇല്ല ഞങ്ങൾ പിന്നോട്ട്. ഇല്ല ഞങ്ങൾ പിന്നോട്ട്. പോരാടിയും മുന്നോട്ട്. പോരാടിയും മുന്നോട്ട്. സിന്ദാബാദ് 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 സിന്ദാബാദ്. ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്. ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്. ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്. ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. ഞങ്ങളുടെ കുഞ്ഞിനെ കൊടുത്തത് എല്ലാവരും പിരിഞ്ഞു പോകണം. നടക്കത്തില്ല, അങ്ങനെ പോകാറുള്ളല്ലോ. സൂചന ലഭിച്ചു കഴിഞ്ഞു. അറസ്റ്റ് ഉണ്ടാവും. സാറേ, ഞങ്ങളും പെൺകുട്ടികളാ. നാളെ ഈ ഗതി ഞങ്ങൾക്ക് വരുത്തുന്ന സാർക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? സമാനം പറയാം. സാറ് ഞങ്ങൾക്ക് മക്കളൊക്കെ സമാധാനമായിട്ട് പിരിഞ്ഞു പോവാ. നടക്കില്ല. കേട്ടെ, സമാധാനം അറസ്റ്റ് ഉണ്ടാകും. ഉറപ്പ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഉടൻ തന്നെ പ്രതി അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.
സാറേ അവിടെ സാർ അവിടെ വെച്ചാ സാറേ നിനക്ക് ഇങ്ങനെ എവിടെയാടാ സാറേ ഉറക്കം പറയടാ. കട്ടില്ലേ പറയടാ ജോവേ, ആ വിളിച്ച് പോകൃതനം കാണിച്ചില്ല അതിന്റെ കട്ടിലടിയിൽ അത് ഉച്ചത്തിൽ പറ കേക്കണ്ടേ. എന്റെ വായി നാക്കില്ലേ? അതിനടി കിടക്കുമായിരുന്നു കുഞ്ഞെ, അതിന്റെ അടി കിടക്കുമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ചെന്നപ്പോഴേ കൊച്ചങ്ങോട്ട് നീങ്ങിയായിരുന്നു ആ സൈഡിലോട്ട്. നീ എവിടെയായിരുന്നു? പണി എവിടെയായിരുന്നു? പണി പാടത്താണോ? മറന്നുപോയി നീ പോണത്? എപ്പോഴാണ് അതിന്റെ അവിടെ സാറേ അവിടെ ആ ഭാഗത്തായിരുന്നു പണി. അങ്ങനെ അങ്ങോട്ട് പോകും. ഇവിടെ എപ്പോഴാ? എന്തിനാ സാറേ ഈ പ്രഹസനം? ആർക്ക് വേണ്ടിയാ പ്രഹസനം? വേണ്ട സാർ, എന്റെ മോളെ കൊന്നവനോട് ഞാൻ പുറത്തിരിക്കുക സാർ. എനിക്കൊരു കാര്യം അവനോട് ചോദിച്ചാൽ മതി, ഒരു കാര്യം. ഇതിനാണ് എട്ടും പൊട്ടും തിരിയാത്ത എന്റെ കുഞ്ഞിനോട് നീ ഇങ്ങനെ എന്നോട് ഞാൻ ക്ഷമിക്കുകയാണ്. സാറേ, ഇവനൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല സാറേ. ഇവനെ പൊള്ളന്മാരുണ്ടല്ലോ, എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുമ്പോ ഒന്നൊടുക്കി അവനൊന്നും ജീവിച്ചിരിക്കല സാറേ. ഇവിടുത്തെ ശരിയും തെറ്റുമൊക്കെ ഞാനാ. ഞാനൊരു പെൺകുഞ്ഞിന്റെ അച്ഛനാ സാറേ. ഇവരൊക്കെ രക്ഷപ്പെട്ടാണ്ടല്ലോ, ലക്ഷങ്ങൾ മുടക്കി ഇവന് വേണ്ടിയൊക്കെ വാദിക്കാൻ ലോകത്തിന്റെ വിവിധ കോണിൽ നാളെ വരും സാറേ. ഇവനൊന്നും വിട്ടുകൊടുക്കരുതേ, ഇവനൊക്കെ ചാവണം സാറേ. എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ പിച്ചു ചിന്തുന്ന ഇവനൊക്കെ ഇതാ സാറേ വിധി.
എന്റെ മകൾക്കുള്ള എന്റെ നീതി ഞാൻ നടപ്പാക്കി സാറേ.